ആ കോട്ടവാതിൽ തുറന്നു മക്കളെ. നീ എന്തായി കാണിക്കണേ? ചേച്ചി എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. മോനെ, ബേബി ചേച്ചിക്ക് ആൾക്കാരെ സംസാരിച്ച് നേർവഴിക്ക് നടത്താനുള്ളൊരു കഴിവൊന്നുമില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. വിഷമങ്ങളും സങ്കടങ്ങളൊന്നും ഇല്ലാത്തവരാരാ ഉള്ളത്? മോൻ തന്നെ എൻ്റെ കഥ കുറച്ചു മുമ്പ് കേട്ടില്ലേ? ജനിച്ച കാലം മുതൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. ഒരു സമയത്ത് ഞാൻ വിചാരിച്ച എൻ്റെ ജീവിതം നന്നാവുമെന്ന്. എന്നിട്ട് എന്തായി? ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നിട്ട് ഞാൻ തോറ്റു കൊടുത്തോ? എൻ്റെ പ്രശ്നങ്ങളെ മോൻ്റെ പ്രശ്നങ്ങളെക്കാളും വലുതായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മോൻ വിചാരിക്കരുത്. എല്ലാവർക്കും അവരവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും വലുത് തന്നെയാണ്. പുറത്ത് നിന്ന് ഉപദേശിക്കാനും എളുപ്പമാണ്. അതെ, ഓരോന്ന് ഓർത്തോ ചേച്ചി? ഓർത്തപ്പോ മറക്കാൻ വേണ്ടി കുടിച്ചതായിരിക്കും അല്ലേ? എന്നിട്ട് മറക്കാൻ പറ്റിയോ? വീണ്ടും വീണ്ടും ഓർമ്മ വന്നു. എന്തായാലും പറ്റിപ്പോയി ചേച്ചി, ഞാൻ ഇനി ചെയ്യൂല. സത്യമാണോ മക്കളെ? വിശ്വാസം തന്നെയല്ലേ? ഒരു മിനിറ്റ് സമയം വന്ന് ഞാൻ ഇതിനെ കുടിക്കുവാണെങ്കിൽ ഇവന്റെ തല്ലിലെടുത്തി വീണോട്ടെ. നീ എത്ര വേണമെങ്കിലും സത്യം കേട്ടോ. നീ ഇനി സത്യം തെറ്റിച്ചാലും എനിക്ക് പേടിയില്ല. അതെന്താണ്? ഈ എടുത്തി എന്ന് പറയുന്ന സാധനമൊന്നും ലോകത്തില്ല. എന്ത് സാധനമാണ് ചേച്ചി? നല്ല തലവേന എടുക്കണം. ഹാങ് ഓവർ ആയിരിക്കും. അതിനു പറ്റിയൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇതെന്താണ്? ഇതൊരു ഒറ്റമൂലിയാ, ചെറിയൊരു പുളിപ്പാണ്. എടാ, നിങ്ങൾ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണമെന്നില്ല, ഞാൻ ഓടിയൊന്നും കളയൂല, കുടിച്ചോളാം. അതെ, ഇതിനൊരു ചെറിയ മണമുണ്ട്. അത് നിനക്ക് ചിലപ്പം ബുദ്ധിമുട്ടാവും. അതാ കുടി. ഛർദിക്കല്ലേ? 5 മിനിറ്റ് കൊണ്ട് ശരിയാവും. ഛർദിക്കല്ലേ? ശരിയായി ശരിയായി ശരിയാവുന്നുണ്ട് ശരിയാവുന്നുണ്ട്. അറിയാനുള്ളത് പറഞ്ഞപ്പോൾ തേണ്ടി പോലും വരുന്നില്ല. ഇവനൊന്നും തന്നെ അറിയാൻ പാടില്ല. ജിൻഡോ, എന്താ ഡിജി? നീ എന്ന് പറഞ്ഞ വർക്ക് അത് പതുക്കെ ചെയ്താൽ മതി. മതിയാ? ഓ, അല്ലെങ്കിൽ തന്നെ ഇവിടെ കറക്റ്റ് സമയത്തിന് പണി ചെയ്ത് തീർക്കണത്. പതുക്കെ സമയം എടുത്ത് ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ നിന്നെ അങ്ങോട്ട് അറിയിക്കാം. മതി, അത് മതി. പൊയ്ക്കോട്ടെ. ഓ ഓ There is no hurry, buddy. Please relax. You just take your own time. We need best results, okay? അതെ ഡിജി, പുതിയൊരു ജോയിനി വന്നിട്ടുണ്ട്. ഛേ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നവരെ പരിചയപ്പെടാൻ നിൽക്കണല്ലേ? ഈ ഓഫീസിൽ മാത്രമേ കാണൂ ഇങ്ങനെയുള്ള ഓരോ മ്ലേച്ഛമായ ആചാരങ്ങൾ. ഏത് സെക്ഷൻ? പ്രൊഡക്ഷൻ. മീനാക്ഷിയുടെ പോസ്റ്റ്. മെയിൽ ഓർ ഫീമെയിൽ? ഫീമെയിൽ. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാം. സ്ത്രീകളെ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ദൈവമേ, ഈ ഓഫീസറെ കോഴികളാണ് എൻ്റെ കർത്താവേ. ഹലോ, ഐ ആം ദീപു. പീപ്പിൾ കോൾ മീ DIG. താനോ? ഒന്ന് വന്നേ, പ്ലീസ് 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 പ്ലീസ്. എന്താടോ? അതെ, അന്ന് സത്യത്തിൽ സംഭവിച്ചെന്ന് വെച്ചാൽ താൻ വലിയ വർത്താനൊന്നും പറയണ്ട. എവിടെ എവിടെ തെച്ചാണ്? എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇങ്ങനത്തെ ആൾക്കാരെയാണോ ഇവിടെ ജോലിക്ക് വെച്ചത്? അയാളെന്ന് ലീവാണ്. ദൈവത്തോർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനെന്തൊരു കുസൃതി കാണിച്ചാണ്. ഒരു സത്യം അറിയും, ഞാനൊരു പുരോഗമന ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള വ്യക്തിയാണ്. ഓഹോ. പിന്നെ എനിക്കിവിടെ വേറൊരു ഇമേജാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്താണ്. കുട്ടിയായിട്ട് അത് തകർക്കരുത് പ്ലീസ്. ഓക്കെ പ്ലീസ്. ഓക്കെ. പിന്നെ തന്റെ മെലോ ഡ്രാമ ഞാൻ വിശ്വസിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. വന്ന ദിവസം തന്നെ ഒരാളുടെ ജോലി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിലും സാന്ദ്രയ്ക്ക് നല്ല അലിയുന്നൊരു മനസ്സാണുള്ളതെന്ന് എനിക്കറിയാം. നല്ല വാച്ചാണല്ലോ. അല്ല, പോയെ. ഓക്കെ, ബൈ. അവനേഷിട്ട എന്തിരിപ്പാണ് കുറേ നേരമില്ല. ചായ കോഫി ചൂടാറില്ലേ? എന്തോ ആലോചിച്ച് മറന്നുപോയി. അതിന് കുടിക്കണ്ട, ഞാൻ ചൂടാക്കിയിട്ട് വരാം. അതേട്ടാ, അത് പോട്ടെ, അത് വിട്ടോളാം. ഇനി ഇപ്പോൾ ഉള്ള പെയിനില്ലേ, അതൊരു അഡിക്ഷനാവും. നീച്ചല്ലേ?
ഹായ് അവിനാഷ്. ആ ഞങ്ങളുടെ വിളിക്കാതിരിക്കായിരുന്നു വാ. കുറെ നേരമായോ വന്നിട്ട്? ഏയ് ഞാനങ്ങ് നേരത്തെ പോകുന്നു. എന്താ അതിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? അത് ഉറക്കമുണ്ടായിരുന്നില്ല 2 ദിവസമായിട്ട്, പിന്നെ വർക്കും ഉണ്ട്. ആണോ? അത് തന്നെയാണോ? വേറൊന്നുമില്ല. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നും. ഒന്നില്ലെങ്കിലും കുറേ കാലം ഞാൻ കണ്ടുകൊണ്ടിരുന്ന മുഖമല്ലേ ഇത്. എന്താ നീ വരാൻ പറഞ്ഞു? അവി സോറി അങ്ങനെ വിളിക്കാലോ അല്ലേ? ഇറ്റ്സ് ഓക്കെ. അവി ആക്ച്വലി ഞാൻ ഫോർമലായിട്ട് നിന്നോടൊരു താങ്ക്സ് പറയാൻ വന്നതാ. എന്തിനാണ്? എന്തിനാന്ന് നിനക്കറിയാലോ. ഓ പുള്ളി അന്ന് ഭയങ്കര ഓപ്പണായിട്ട് എന്നോട് സംസാരിച്ചത്. അല്ല എന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ആക്ച്വലി. പക്ഷേ ഭയങ്കര അടുപ്പുള്ള ആളോട് സംസാരിക്കുന്നവർ സംസാരിച്ചു. ആക്ച്വലി ഒന്നും പുറത്ത് കാണുന്ന പോലെ ആയിരുന്നില്ല ഞങ്ങൾ. എന്തോ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അന്ന് നിന്നെ കാണുന്നത് വരെ. ഈവൻ ഈ ഞാൻ പോലും എല്ലാം ഈ പറയുന്ന പോലെ ഒരു ഷോ ഓഫ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒന്നും പറയണ്ട. ഇല്ല അവി, അതിൻ്റെ ആവശ്യമുണ്ട്. വേണമെങ്കിൽ അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ നിനക്ക് എൻ്റെ കുറേ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. പക്ഷേ നീ അത് ചെയ്തില്ല. അവിടെ നീ റോങ് ആയിപ്പോയി. കാരണം ഞാൻ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെന്തെങ്കിലും പുള്ളിക്ക് അത് കാര്യമാവില്ല. കാരണം പുള്ളിക്ക് നിന്നെ അത്ര ഇഷ്ടം. ഓക്കെ. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. എന്നാ തിരിച്ചു വരണമെന്നൊന്നും പറയാൻ പറ്റില്ല. സോ പോട്ടടാ. ബൈ. പിന്നെ അവിക്ക് മുമ്പോ അതിനുശേഷോ അവിയെ പോലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. യു ആർ എ ജെന്റിൽമാൻ ആൻഡ് മോർ ഓവർ the best boyfriend anyone could ask for. Thank you so much. Take care.